പ്രാണപ്രസരം സംഭവിക്കും. പലരും ഇവിടെ വന്ന് എന്നോട് പറയാറുണ്ട്, സാർ ഞാനങ്ങനെ ധ്യാനത്തിലിരുന്നപ്പോ ശരീരമൊക്കെ അങ്ങനെ ചലിക്കുന്നതായിട്ടെന്റെ ശരീരത്തിൽ മുഴുവൻ ഒരു പ്രാണപ്രസരം സംഭവിച്ചു. ഒന്നും പേടിക്കാനില്ല. ഇതങ്ങനെ പ്രകടമായി സംഭവിക്കണമെന്ന് തന്നെ ഇല്ല. അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് സമനില കൈവരിക്കുമെങ്കിൽ ഈ സത്യാനുഭവമൊക്കെ സാധ്യമാവും. എന്തായാലും ഈ പ്രാണൻ പ്രസരിക്കുന്നതോടുകൂടി കുണ്ടലിനി പ്രാണൻ ഉയർന്ന് നാഡികളിൽ വ്യാപരിക്കുന്നതോടുകൂടി മധുരമധുരങ്ങളായ ശബ്ദങ്ങൾ ഉള്ളിൽ കേൾക്കാറാകും. തേജോമയങ്ങളായ ബോധത്തിന്റെ വിവിധ രൂപങ്ങൾ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ട് അനുഭവിക്കാറാവും. ഇങ്ങനെ കേൾക്കുന്ന നാദങ്ങളാണ് അനാഹതധ്വനികൾ. അത് ആചാര്യസ്വാമിയുടെ ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ സുരേശ്വരാചാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാണേ സുഷുമ്നാം സംപ്രാപ്തേ നാദോ അന്തശ്രൂയത്തെ അഷ്ടഥ. പ്രാണൻ സുഷുമ്നയിലേക്ക് കടക്കുമ്പോൾ, സുഷുമ്ന എന്ന് പറയുന്നത് ശരീരത്തിന്റെ അടിഭാഗത്തു നിന്നും നട്ടെല്ലിൽ കൂടി ഭ്രൂമധ്യത്തിലേക്ക് വ്യാപിക്കുന്ന ഒരു പ്രധാന നാഡിയാണ്. ആ നാഡിയിലേക്ക് പ്രാണൻ കടക്കുമ്പോൾ ഉള്ളിൽ അതിമധുരങ്ങളായ ഏതാണ്ട് 8 തരം ശബ്ദങ്ങൾ കേൾക്കാറാകുമെന്നാണ്. ഇത് എവിടെ നിന്ന് ആര് കേൾപ്പിക്കുന്നു എന്ന് നിശ്ചയമില്ല. അതാണ് അനാഹതധ്വനി എന്ന് പേര് വന്നത്. ആഹതധ്വനി ഇപ്പൊ വീണയിലോ മറ്റു വാദ്യ ഉപകരണങ്ങളിലോ നമ്മൾ അതിനെ അനുസരിച്ച് പ്രവർത്തിപ്പിച്ചുണ്ടാക്കുന്ന ധ്വനികൾ ആഹത ധ്വനികളാണ്. ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് നിശ്ചയമില്ല. ഖണ്ഡ, ദുന്ദുഭി, ശംഖ, അബ്ധി, വീണ, വേണ്വാദി താളവത്. ഖണ്ഡ, നല്ല മണിയടിക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും ഇതൊക്കെ കേട്ടിരിക്കാം. മനസ്സേകാഗ്രപ്പെട്ടാൽ ഇതൊക്കെ സംഭവിക്കും. സ്വാഭാവികമായി സംഭവിച്ചേ തീരൂ എന്ന് നിർബന്ധവുമില്ല. അതല്ലാതെ തന്നെ സത്യം വെളിപ്പെടുകയും ചെയ്യും. നല്ല മണിനാദം കേൾക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ. ദുന്ദുഭി, നല്ല പെരുമ്പറ ഘോഷിക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ. ശംഖനാദം, ഖണ്ഡ, ദുന്ദുഭി, ശംഖ, അബ്ധി, നല്ല സമുദ്രം ഇരമ്പുന്നത് പോലുള്ള ശബ്ദങ്ങൾ. വീണ, വേണ്വാദി താളവത്ത്, ഒന്നാന്തരം വീണ വായന. ചിലപ്പം മണിക്കൂറുകളോളം കേൾക്കാൻ സാധിക്കും. നല്ല ഏകാഗ്രമായി അങ്ങനെ കിടക്കുമ്പോൾ ഉള്ളിൽ വീണവായന, നീണ്ട സമയം മധുരമധുരമായ വീണവായന. വേണു, അതുകൊണ്ടാണ് ഈ ഉണ്ണിക്കണ്ണനും വേണുവുമായിട്ട് ഇത്ര ബന്ധപ്പെടുത്താൻ. എന്താ കാരണം? ഈ സത്യ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലും കൂടെ ഉണ്ണിക്കണ്ണൻ ഉണർന്നു വരികയാണ്. ഉണ്ണിക്കണ്ണൻ എന്ന് വെച്ചാൽ ബ്രഹ്മം, കൊച്ചു ബ്രഹ്മം ഉള്ളിൽ നിന്നും ഉണരുന്നു. എങ്ങനെ? വേണുനാദത്തോടുകൂടി ഉണരുന്നു. ഗോപികമാരും ഗോപന്മാരും ഒക്കെ ആ വേണുഗാനം കേട്ട് ഓടിയെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വിചാരങ്ങളും വികാരങ്ങളുമെല്ലാം ആ വേണുനാദത്തിൽ അലിഞ്ഞു ചേർന്ന് ആനന്ദിക്കുന്നു.